എല്ലാവർക്കും എക്കണോമിക്സിൻ്റെ 14ാമത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചത് ഒന്നാം പഞ്ചവത്സര പദ്ധതിയെക്കുറിച്ചാണ്. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് രണ്ടാം പഞ്ചവത്സര പദ്ധതിയെക്കുറിച്ചാണ്. അതിനു മുമ്പേ ആയിട്ട് ആരെങ്കിലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മൾ ഇതിൽ കാണിക്കുന്ന PDF നോട്ട്സ് കൂടാതെ എക്സ്ട്രാ ആയിട്ട് പറയുന്ന ഒത്തിരിയധികം പോയിന്റുകളുണ്ട്. അത് നിങ്ങൾ ഉറപ്പായിട്ടും നിങ്ങളുടെ നോട്ടിൽ നിങ്ങൾ എഴുതി വെക്കുക കേട്ടോ. കാരണം അതിനെ ബേസ് ചെയ്തിട്ട് നിങ്ങൾക്ക് ചോദ്യങ്ങൾ ചോദിക്കാം. ഓക്കെ. രണ്ടാം പഞ്ചവത്സര പദ്ധതിയെക്കുറിച്ച് പറയുന്ന സമയത്ത് വർഷം 1956 മുതൽ 1961 വരെയുള്ള കാലഘട്ടത്തിൽ ജവഹർലാൽ നെഹ്റുവിൻ്റെ നേതൃത്വത്തിലാണ് ഇന്ത്യയിൽ രണ്ടാം പഞ്ചവത്സര പദ്ധതി നിലവിൽ വരുന്നത്. ഓക്കെ, നമ്മൾ ഒന്നാം പഞ്ചവത്സര പദ്ധതി പഠിച്ച സമയത്ത് പറഞ്ഞു, ഒന്നാം പഞ്ചവത്സര പദ്ധതി എന്ന് പറയുന്നത് ഹരോഡ് ഡോമർ മാതൃകയെ ബേസ് ചെയ്തിട്ടാണ് ഇന്ത്യയിൽ ഒന്നാം പഞ്ചവത്സര പദ്ധതി നിലവിൽ വന്നത് എന്ന് നമ്മൾ പഠിച്ചായിരുന്നു. ഓക്കെ, എന്നാൽ രണ്ടാം പഞ്ചവത്സര പദ്ധതിയിലേക്ക് വരുന്ന സമയത്ത് ഇന്ത്യയിൽ രണ്ടാം പഞ്ചവത്സര പദ്ധതി നിലവിൽ വരുന്നത് PC മഹാനലോബിസ് മോഡലിനെ ബേസ് ചെയ്തിട്ടാണ്. ഓക്കെ, ഈ ഒരു കാര്യം നമ്മൾ ഓർത്ത് വെക്കുക. ഓക്കെ, രണ്ടാം പഞ്ചവത്സര പദ്ധതിയുടെ പ്രധാനമായിട്ടുള്ള ഫോക്കസ് ഏരിയ എന്ന് പറയുന്നത് നമ്മുടെ ഇൻഡസ്ട്രീസിനാണ്. ഇൻഡസ്ട്രീസിനെ എന്ന് പറയുന്ന സമയത്ത് വ്യവസായത്തെയും പൊതുമേഖലയ്ക്കും പ്രാധാന്യം നൽകിക്കൊണ്ടാണ് ഇന്ത്യയിൽ രണ്ടാം പഞ്ചവത്സര പദ്ധതി നിലവിൽ വരുന്നത്. ഓക്കെ, ഏതൊക്കെയാണ്? വ്യവസായമുണ്ട്, അതുകൂടാതെ പൊതുമേഖലയുണ്ട്. ഇതിന് രണ്ടിനും പ്രാധാന്യം നൽകിക്കൊണ്ടാണ് ഇന്ത്യയിൽ രണ്ടാം പഞ്ചവത്സര പദ്ധതി നിലവിൽ വരുന്നത്. ഓക്കെ, അങ്ങനെ രണ്ടാം പഞ്ചവത്സര പദ്ധതി വരുന്ന സമയത്ത് അതിൻ്റെ ടാർഗറ്റ് എന്ന് പറയുന്നത്, അതായത് GDP അല്ലെ ഗ്രോത്ത് റേറ്റിലുള്ള ടാർഗറ്റ് എന്ന് പറയുന്നത് 4.5% അതിന് അച്ചീവ് ചെയ്യാൻ വേണ്ടി സാധിച്ചത് വെറും 4.27%. ഓക്കെ, ആ രീതിയിൽ നോക്കുന്ന സമയത്ത് നമ്മുടെ രണ്ടാം പഞ്ചവത്സര പദ്ധതിനെ നമുക്കൊരു പരാജയമായിട്ടും കണക്കാക്കാം. ഓക്കെ, ഈ ഒരു സമയത്തിൽ ഇന്ത്യയിൽ പേയ്മെൻറ്റ് ക്രൈസിസ് ഒക്കെ വരുന്നുണ്ട്. ഓക്കെ, ഈ ഒരു കാര്യം ഓർത്തുക. രണ്ടാം പഞ്ചവത്സര പദ്ധതിയുടെ സമയത്തും ഇന്ത്യയിൽ പേയ്മെൻറ്റ് ക്രൈസിസ് വരുന്നുണ്ട് എന്നുള്ള കാര്യം നമ്മൾ മറന്നു പോകരുത്, അത് ഓർത്ത് വെക്കുക കേട്ടോ. ഇന്ത്യയിൽ രണ്ടാം പഞ്ചവത്സര പദ്ധതിയുടെ കാലത്തും എന്ത് വരുന്നുണ്ട്? പേയ്മെൻറ്റ് ക്രൈസിസ് വരുന്നുണ്ട്. ഓക്കെ, എന്തുകൊണ്ട് നമ്മുടെ ഈ രണ്ടാം പഞ്ചവത്സര പദ്ധതി ഫെയിലായെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇന്ത്യയിൽ അന്നുണ്ടായിരുന്ന അൺഎംപ്ലോയ്മെൻറ്റ് അല്ലെങ്കിൽ തൊഴിലില്ലായ്മ അതിനൊരു കാരണമായിട്ടുണ്ട്. രണ്ടാമതായിട്ട് പറയപ്പെടുന്ന കാരണം എന്ന് പറഞ്ഞാൽ പൊതുമേഖലയ്ക്ക് പ്രാധാന്യം നൽകിയ സമയത്ത് നമ്മൾ പ്രൈവറ്റ് സെക്ടറുകൾ ചെറിയ രീതിയിൽ അവഗണിച്ചിട്ടുണ്ട്. ഇതും അതിനൊരു കാരണമായി എന്നുള്ളത് ഓർത്ത് വെക്കുക. ഓക്കെ, എന്താണ്? തൊഴിലില്ലായ്മ ഒരു കാരണമായിട്ടുണ്ടെന്നുള്ളത് ഓർത്ത് വെക്കുക. നമ്മൾ പ്രയോറിറ്റി അല്ലെങ്കിൽ നമ്മൾ മുൻഗണന കൊടുത്തത് പൊതുമേഖലയ്ക്കാണ്. നമുക്ക് പ്രൈവറ്റ് സെക്ടറിനെക്കാളും നമ്മൾ പൊതുമേഖലയ്ക്ക് പ്രാധാന്യം കൊടുത്തതും രണ്ടാം പഞ്ചവത്സര പദ്ധതിയുടെ തോൽവിക്ക് ഒരു കാരണമായിട്ടുണ്ട് എന്നുള്ളത് ഓർത്ത് വെക്കുക. ഓക്കെ, അങ്ങനെ വിവിധ മേഖലകളിലായി ഏകദേശം 47 ബില്യൺ മുതൽ 50 ബില്യൺ രൂപ വരെ പല പദ്ധതികൾക്കായി രണ്ടാം പഞ്ചവത്സര പദ്ധതി പ്രകാരം മാറ്റിവെക്കുന്നുണ്ട്. എത്രയാണെന്നുള്ളത് ഓർത്ത് വെക്കുക കേട്ടോ. 47 മുതൽ 50 ബില്യൺ വരെ. ഈ 47 മുതൽ 50 ബില്യൺ എന്ന് പറയുന്നത് ചിലയിടത്തത് 46 ബില്യൺ എന്ന് ഞാൻ കണ്ടിട്ടുണ്ട്, ചിലയിടത്തത് 47 ബില്യൺ എന്ന് കണ്ടിട്ടുണ്ട്, ചിലയിടത്ത് 50 ബില്യൺ എന്ന് കണ്ടിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഓർത്ത് വെക്കുക, 47 മുതൽ 50 ബില്യൺ വരെയുള്ള ഒരു തുക പല പദ്ധതികൾക്കായി മാറ്റിവെക്കപ്പെട്ടിട്ടുണ്ട് രണ്ടാം പഞ്ചവത്സര പദ്ധതിയുടെ കാലത്ത് എന്നുള്ളത് ഓർത്ത് വെക്കുക. ഓക്കെ, അങ്ങനെ ഇന്ത്യക്കുള്ളിൽ ഉൽപ്പാദനം വർദ്ധിപ്പിക്കുവാനായിട്ട് USSR, ജർമ്മനി എന്നിവയുടെ സഹായത്തോടു കൂടി ഇന്ത്യയിൽ ഒത്തിരി അധികം ജലവൈദ്യുത പദ്ധതികളും സ്റ്റീൽ പ്ലാന്റുകളും അതുകൂടാതെ നമ്മുടെ നോർത്ത് ഈസ്റ്റേൺ റീജിയൻസിൽ ഒത്തിരി അധികം റെയിൽവേ ലൈനുകളും ആറ്റോമിക് റിസർച്ച് സെൻറ്ററുകളും നമ്മുടെ ഈ രണ്ടാം പഞ്ചവത്സര പദ്ധതിയുടെ കാലത്ത് ഇന്ത്യയിൽ നിലവിൽ വരുന്നുണ്ട്. ഓക്കെ, അതിൽ നമുക്ക് പ്രധാനപ്പെട്ടതായിട്ട് എടുത്തു പറയപ്പെടുന്നത് വെച്ചാൽ 1956 നമുക്ക് ഇന്ത്യയിൽ LIC വരുന്നുണ്ട്. ഓക്കെ, 1956 ഇന്ത്യയിൽ LIC വരുന്നത് രണ്ടാം പഞ്ചവത്സര പദ്ധതിയുടെ സമയത്താണ്. ഓക്കെ, അതുകൂടാതെ 1956 ദുർഗാപൂർ അയൺ ആൻഡ് സ്റ്റീൽ പ്ലാന്റ് ഇന്ത്യയിൽ വെസ്റ്റ് ബംഗാളിൽ നിലവിൽ വരുന്നു. ആരുടെ സഹായത്തോടുകൂടി? ബ്രിട്ടീഷുകാരുടെ സഹായത്തോടുകൂടി 1956 ദുർഗാപൂർ വെസ്റ്റ് ബംഗാൾ അയൺ ആൻഡ് സ്റ്റീൽ പ്ലാന്റ് ഇന്ത്യയിൽ നിലവിൽ വരുന്നത് രണ്ടാം പഞ്ചവത്സര പദ്ധതിയുടെ കാലത്താണ് എന്നുള്ളത് ഓർത്തു വെക്കുക. ഓക്കെ, അതുകൂടാതെ 1959 ബിലായ് വരുന്ന ആരുടെ സഹായത്തോടുകൂടിയാണ്? റഷ്യയുടെ സഹായത്തോടുകൂടിയാണ്. ഓക്കെ, അതുകൂടാതെ റൂർക്കേല, അതും 1959 നിലവിൽ വരുന്നത്. അതും ആരുടെ സഹായത്തോടുകൂടിയാണ്? അത് ജർമ്മനിയുടെ സഹായത്തോടുകൂടിയാണ്. ഓക്കെ, രണ്ടും സ്റ്റീൽ പ്ലാന്റുകളാണ്. ഓക്കെ, 1959 ബിലായും റൂർക്കേല സ്റ്റീൽ പ്ലാന്റുകളും ഇന്ത്യയിൽ നിലവിൽ വരുന്നത് രണ്ടാം പഞ്ചവത്സര പദ്ധതിയുടെ കാലത്താണ്. അതിന് സഹായിച്ചത് ആരൊക്കെയാണ്? ബിലായ് സ്റ്റീൽ പ്ലാന്റ് പണിയാൻ വേണ്ടി റഷ്യയും റൂർക്കേല സ്റ്റീൽ പ്ലാന്റ് പണിയാൻ വേണ്ടി ആരാണ്? ജർമ്മനിയുടെ സഹായമാണ് നമുക്ക് ലഭിച്ചതെന്നുള്ള കാര്യം ഓർത്തു വെക്കുക. ഇതേ രണ്ടാം പഞ്ചവത്സര പദ്ധതിയുടെ സമയത്ത് തന്നെ ഇന്ത്യയിൽ 1957
പഞ്ചായത്ത് രാജ് കമ്മിറ്റീനെ അപ്പോയിൻറ്റ് ചെയ്യപ്പെടുകയുണ്ടായി. ഓക്കെ, അത് ഏത് കമ്മിറ്റിയാണ്? ബൽവത്രായ് മെഹ്ത്ത കമ്മിറ്റിയാണ്. 1957 ഇന്ത്യയിൽ പഞ്ചായത്ത് രാജ് കമ്മിറ്റി അണ്ടർ ആരുടെ ലീഡർഷിപ്പിലാണ്? ബൽവത്രായ് മെഹ്ത്തയുടെ കീഴിൽ. ഓക്കെ, അങ്ങനെ അതെന്തിനു വേണ്ടിയാണ്? 1952 നമ്മൾ കമ്മ്യൂണിറ്റി ഡെവലപ്മെൻറ്റ് പ്രോഗ്രാം കൊണ്ടുവന്നായിരുന്നു. ഓക്കെ, 1952 കൊണ്ടുവന്ന കമ്മ്യൂണിറ്റി ഡെവലപ്മെൻറ്റ് പ്രോഗ്രാമിനെ എക്സാമിൻ ചെയ്യാൻ വേണ്ടിയാണ് 1957 പഞ്ചായത്ത് രാജ് നിലവിൽ കൊണ്ടുവരുന്നത്. ഓക്കെ, കമ്മിറ്റീനെ അത് ബൽവത്രായ് മെഹ്ത്തയുടെ കീഴിലാണ്. ഓക്കെ, അങ്ങനെ ബൽവത്രായ് മെഹ്ത്തയുടെ കീഴിൽ കൊണ്ടുവരുന്ന ഈ കമ്മിറ്റിയുടെ റിപ്പോർട്ട് പ്രകാരമാണ് ഇന്ത്യയിൽ 3 ടയർ സ്ട്രക്ചർ നിലവിൽ വരുന്നത്. ഓക്കെ, അത് ഏതൊക്കെയാണ് 3 ടയർ സ്ട്രക്ചർ എന്ന് പറയുന്നത്? നമ്മുടെ ഗ്രാമപഞ്ചായത്തുണ്ട്. ഗ്രാമപഞ്ചായത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വില്ലേജ് ലെവലിലാണ്. ഓക്കെ, അതുകൂടാതെ ഉള്ളതാണ് നമ്മുടെ പഞ്ചായത്ത് രാജ് ഉണ്ട്. പഞ്ചായത്ത് രാജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബ്ലോക്ക് ലെവലിൽ. ഓക്കെ, അതുകൂടാതെ ശിലാപഞ്ചായത്തുണ്ട്. ശിലാപഞ്ചായത്ത് എന്ന് പറഞ്ഞാൽ എന്താണ്? ഡിസ്ട്രിക്ട് ലെവലിലാണ്. ഓക്കെ, ഈ ഒരു കാര്യം ഓർത്ത് വെക്കുക. ഇതും നമ്മുടെ 2ാം പഞ്ചവത്സര പദ്ധതിയുടെ കാലത്താണ് കൊണ്ടുവന്നതെന്നുള്ളത് ഓർത്ത് വെക്കുക. അതുപോലെ തന്നെ 1957 ഇന്ത്യയിലെ ടാറ്റ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫണ്ടമെൻ്റൽ റിസർച്ച് നിലവിൽ വരുന്നതും നമ്മുടെ 2ാം പഞ്ചവത്സര പദ്ധതിയുടെ കാലത്താണ് എന്നുള്ളത് ഓർത്ത് വെക്കുക. നിങ്ങൾ നോട്ട്സിൽ ഡെഫിനറ്റ്ലി എഴുതുക. ഓക്കെ, ഇതുകൂടാതെ 1958 ആറ്റോമിക് എനർജി കമ്മീഷൻ ഇന്ത്യയിൽ നിലവിൽ വരുന്നതും 2ാം പഞ്ചവത്സര പദ്ധതിയുടെ കാലത്ത് ആണെന്ന് ഓർത്ത് വെക്കുക. ഓക്കെ, ഹോമിജി ബാബയുടെ കാര്യമൊക്കെ നിങ്ങൾ മനസ്സിലാക്കൂടെ തന്നെ പഠിച്ചു പോവുക. ഓക്കെ, അതുകൂടാതെ 1960 ഇന്ത്യയിലെ ആദ്യത്തെ അഗ്രികൾച്ചർ ആൻഡ് ടെക്നോളജി യൂണിവേഴ്സിറ്റി ആയിട്ടുള്ള ഗോവിന്ദ് വല്ലഭ് പന്ത് യൂണിവേഴ്സിറ്റി ഇന്ത്യയിൽ നിലവിൽ വരുന്നതും നമ്മുടെ 2ാം പഞ്ചവത്സര പദ്ധതിയുടെ കാലത്താണ്. അത് എവിടെയാണ് നിലവിൽ വരുന്നത്? ഉത്തരാഖണ്ഡിലെ പന്നഗറിലാണ് നിലവിൽ വരുന്നത്. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് 2ാം പഞ്ചവത്സര പദ്ധതിയുമായിട്ട് പ്രധാനമായിട്ടും പഠിക്കാനുള്ളത്. അതുകൊണ്ട് തന്നെ ആരെങ്കിലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മുന്നോട്ട് നമ്മുടെ എക്കണോമിക്സിൻ്റെ ബാക്കി ക്ലാസ്സുകൾ വരുന്നുണ്ട്. അപ്പം വീഡിയോ മുഴുവനായിട്ടും കാണുക, നോട്ട്സ് പ്രോപ്പറായിട്ട് എഴുതുക. ഓക്കെ, നമുക്ക് അടുത്തായിട്ട് മറ്റൊരു വീഡിയോ വഴി കാണാം.